ഒരുപാട് പേർ ദുരന്തത്തിൽ മരിച്ച ആ ഗ്രാമത്തിൽ ഓടിയെത്തി ആ നിമിഷത്തിൽ പിരിവ് തുടങ്ങി ആ പണം മുഴുവൻ മോഷ്ടിച്ചതല്ലേ? മനസാക്ഷി എന്നൊന്നുണ്ടോ? മനുഷ്യൻ എന്ന പദത്തിന് ഇവർ അർഹരാണ്. എന്തൊക്കെ നമ്മൾ കേൾക്കേണ്ടി വന്നു. എന്റെയും KPCC പ്രസിഡന്റിന്റെയും സംയുക്ത അക്കൗണ്ടിൽ പണമുണ്ട് പറഞ്ഞില്ലേ? എവിടെയാ പണം? ആ സംയുക്ത അക്കൗണ്ടിലെ പണം എത്രയുണ്ട്? കണക്ക് വീട് വെച്ചതിന് ശേഷം ഞങ്ങൾ പറഞ്ഞോളാം, വീട് പണി കഴിഞ്ഞതിന് ശേഷം. അവസാനം അതാണ് കേരളത്തിന്റെ വിജയം. കണക്ക് പറയിപ്പിച്ചു. വീട് പണി കഴിഞ്ഞ് പറയാന്ന് പറഞ്ഞ കണക്ക് അതിന് മുൻപ്, വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് പറയിപ്പിച്ചു. സംഗതി കള്ളക്കണക്കാണെന്നുള്ളൂ. ഓരോരുത്തരും പറഞ്ഞു ഓരോ കണക്ക്. അപ്പോ പണം മോഷ്ടിച്ചവർ മാത്രമല്ല, കള്ളക്കണക്ക് പറയുന്നവരുമാണ് എന്ന് മനസ്സിലായി. അപ്പൊ എന്താ പറഞ്ഞത്? പണം കഴിഞ്ഞു, തീർന്നു, ഇനി പണമില്ല, ഇനി വീണ്ടും പിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാം ജനങ്ങളുടെ മുൻപിൽ അനാവരണം ചെയ്യപ്പെട്ടു. നടത്തിയ ഹൃദയശൂന്യമായ കൊള്ള, ഇനിയും കൊള്ള നടത്താനുള്ള തയ്യാറെടുപ്പ്, വൻ വഞ്ചന, ഇതെല്ലാം തുറന്നു കാണിക്കപ്പെട്ടു. ഇവരെങ്ങാനും അധികാര സ്ഥാനങ്ങളിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നാണ് മലയാളി ഓർക്കേണ്ടത്. കേരളം അപഹരിക്കപ്പെടും. ഒരു സംസ്ഥാനം അപഹരിക്കപ്പെടുന്നതിനാണ് കോൺഗ്രസിന്റെ കയ്യിൽ എന്നെങ്കിലും അധികാരം കിട്ടിയാൽ ആ അധികാരം ഉപയോഗപ്പെടുത്തുക.